കോട്ടയം കടുത്തുരുത്തിയിൽ CPIM ഓഫീസിൽ അനധികൃതമായി വാഹനം കയറ്റിയിടുകയും മദ്യപിക്കുകയും ചെയ്ത് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാർട്ടി പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് കേസ്. ജില്ലാ കമ്മിറ്റി അംഗം PV സുനിലിനെയും നാട്ടുകാരെയും അസഭ്യ വാക്കുകൾ വിളിച്ചെന്നും പരാതി. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ വീട്ടമ്മയെ പിതാവ് കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് പൊന്നാനി സ്വദേശി സുനിത. പിതാവ് സത്യനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം പാലോട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. താന്നിമൂട് സ്വദേശി മധുസൂദനൻ നായരുടെ പുരയിടത്തിലിറങ്ങിയ കാട്ടാന വാഴകൃഷി നശിപ്പിച്ചു. കോട്ടയത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ഭീഷണികളെക്കുറിച്ച് ബോധവൽക്കരണ വാരാചരണം തുടങ്ങി. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മങ്കമ്പ ഉപജില്ലാ സർഗോത്സവം സംഘടിപ്പിച്ചു. നെടുമുടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മനുമഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ചെമ്പക്കുളം സെന്റ് തോമസ് UP സ്കൂളിലെ തിങ്കളാഴ്ച നടന്ന പരിപാടിയിൽ ഗുരുരത്ന അവാർഡ് ജേതാക്കളെ ആദരിച്ചു. കുട്ടികളുടെ രചനാ മത്സരങ്ങളും കലാമത്സരങ്ങളും നടന്നു. കൊല്ലം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം. 100-ൽ പരം മത്സരങ്ങളിൽ 4000-ഓളം പേർ പങ്കെടുക്കുന്ന കലോത്സവം 7 വേദികളിലായാണ് നടക്കുന്നത്. കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരുവല്ലൂർ ശ്രീകോട്ട വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ മണ്ഡലകാല കളമെഴുത്ത് പാട്ടിന് തുടക്കം. പ്രാരംഭ ചടങ്ങായ നവകം, പഞ്ചഗവ്യം, കലശം എന്നീ ചടങ്ങുകൾ നടത്തി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്. കൊല്ലം കൊട്ടാരക്കരയിൽ KSRTCയും കാറും ഇടിച്ചപകടം. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായി തകർന്നു. യാത്രക്കാർക്ക് പരിക്കില്ല.